എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യ കേരള മുഖ്യമന്ത്രി അവർകൾ അറിയുന്നതിന് ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ റോഡുകളിൽ വെച്ചിട്ടുള്ള എല്ലാ ട്രാഫിക് ലൈറ്റുകളും ക്യാമറകളും അത് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ ഇന്ന് കിയ കമ്പനിയുടെ ഒരു പുതിയ കാറും 2 വീലറും അപകടത്തിൽപ്പെടുകയുണ്ടായി. അവിടെ ഒരു ഹോം ഗാർഡിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹോം ഗാർഡ് കൈ കാണിച്ചപ്പോൾ 2 പേർക്കും സംശയം. ബൈക്ക് എന്തായിരുന്നാലും സ്പീഡിലായിരുന്നു വന്നിരുന്നത്. അതിനാലാണ് കാറിൽ നല്ല ഇടിപറ്റി അതിൻ്റെ പാർട്സ് പൊട്ടിപ്പോയത്. അപ്പോൾ ഞാൻ ഒരു 2-3 ദിവസത്തിന് മുന്നേ വീഡിയോ ചെയ്തിരുന്നു. അത് അന്നൊരു ആക്സിഡൻറ്റ്, ഒരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു, പുള്ളിയുടെ ഷോൾഡർ നല്ല രീതിയിൽ അപകടം പറ്റി, കൈവിരലുകളെല്ലാം മുറിഞ്ഞു, ഷോൾഡറിന് നല്ല മുറിവുണ്ട്. നല്ലൊരു ആക്സിഡൻ്റായിരുന്നു. അപ്പോൾ ഇന്നും ആക്സിഡൻ്റായി. ആക്സിഡൻറ്റുകൾ പലതും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവിടെ, ഈ സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാത്തത് കാരണം. അപ്പോൾ കഴിഞ്ഞ സർക്കാർ വരുത്തി വച്ച കടമാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്നാണ് പറയുന്നത്. ഈ പണമടയ്ക്കാത്തത് കൊണ്ടാണ് സിഗ്നൽ ലൈറ്റുകൾ വർക്ക് ചെയ്യാത്തത്, സിഗ്നൽ ലൈറ്റുകളും ക്യാമറകളും വർക്ക് ചെയ്യാത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുതിയ സർക്കാർ അതിൻ്റെ ആ പൈസ കടം തീർത്തുകൊണ്ട് അടിയന്തരമായി, ഓണം അടുത്തെത്തിക്കഴിഞ്ഞു, ജനത്തിരക്ക് വളരെയധികം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. നിങ്ങൾ ഓരോ ജംഗ്ഷനിലും ഒരു ഹോം ഗാർഡിനെയോ ഒരു പോലീസിനെയോ അയക്കും. അവർ കൈ കാണിച്ചാൽ അവരെയും ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോകുന്ന രീതിയിലുള്ള വാഹനം ഓടിക്കുന്ന രീതിയാണ് ഇന്ന് നിലവിലുള്ളത്. അതിനാൽ അടിയന്തരമായി റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് കെൽട്രോണിനോ മറ്റാർക്കെങ്കിലോ കടം തീർക്കാനുണ്ടെങ്കിൽ ആ പണം കടം തീർത്തുകൊണ്ട് അടിയന്തരമായി സിഗ്നൽ ലൈറ്റുകളും ക്യാമറയും വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് ഒരു വോട്ടവകാശിയായ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അത് ആദരവപൂർവ്വം മുഖ്യമന്ത്രി അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഇത് കാണുന്നവർ ഷെയർ ചെയ്യണം എന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, ഇത് ലൈക്കിന് വേണ്ടിയല്ല, കമൻറ്റിന് വേണ്ടിയല്ല, ഇത് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്താൻ വേണ്ടി മാത്രമാണ്. ഇത് പ്രാവച്ചമ്പലം വെള്ളായണി, ഇത് വർക്ക് ചെയ്യുന്നത് പാപ്പനംകോട് ജംഗ്ഷനിൽ മാത്രമാണ് സിഗ്നൽ ലൈറ്റ് കത്തുന്നത്. അതുപോലെ തിരക്കിൻ്റെ കാര്യം പറഞ്ഞാൽ തിരുമല, ബാലരാമപുരം, വെള്ളായണി ജംഗ്ഷൻ, പ്രാവച്ചമ്പലം, കാട്ടാക്കടയിൽ നിന്നും വരുന്ന റോഡ് കയറി വരുന്നിടത്ത് അവിടെ സ്ഥിരമായി അപകടങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അടിയന്തരമായി റോഡിൽ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക എന്നതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും ഒരു പ്രയോജനം ജനങ്ങൾക്കുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ പോസ്റ്റ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നടപ്പിലാക്കാൻ ഈ പോസ്റ്റ് എത്തേണ്ടടുത്ത് എത്തട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.